ഞാനൊന്നും പ്രതീക്ഷയില്ലട്ടോ ഇത് ഇങ്ങനെ ഒരു ഇതാണ്. പക്ഷേ പൊളിച്ചടുക്കി വില്ലനാണെങ്കിൽ പോലീസുകാരൻ പോലീസുകാരനായി നമുക്ക് മാസമല്ലേ. ഞാനിത് തള്ളവൻ്റെ പറയല്ല ജനയെ പോലെ എനിക്ക് മമ്മൂക്കാനെ വലിയ ഇഷ്ടമല്ലാണ്. എൻ്റെ വാപ്പിച്ചത് കൂട്ടേൻ്റെ മമ്മൂക്ക. എൻ്റെ ഒരു ആഗ്രഹം എങ്ങനെയെങ്കിലും ആ പാവത്തിൻ്റെ ഫിലിമിലൊന്നും തല വെക്കാം. ഞാൻ കുറേ പടം മറുപടി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി മമ്മൂക്കൾക്ക് ഇനി വരും പഠിച്ച ആയുസും പറക്കത്തും ഇനി മുമ്പ് കൊടുക്കണം ഇങ്ങനത്തെ വെറൈറ്റി ചെയ്യാൻ. എന്താ ഈ പടം പ്രാവശ്യം കളങ്ങൾ കിട്ടുകയുണ്ട്. പെർഫോമൻസ് ആണ് മമ്മൂട്ടി വിനായകനും കൂടെ വേറെ ലെവൽ. അതുപോലെ തന്നെ കൂടെ കട്ടക്ക് നിന്നിട്ടുള്ള പെർഫോമൻസ് ആണ് വിനായകന്. അടിപൊളി പോലീസ് സ്റ്റേഷൻ ഭയങ്കര നിഗൂഢതകൾ എന്ന് പറഞ്ഞ പടമാണ്. നമുക്ക് അവസാന ക്ലൈമാക്സിലാണ് നമ്മൾ വേറെ ലെവലായി. മമ്മൂക്കയുടെ ഈ പറഞ്ഞ പോലത്തെ പണ്ടത്തെ ഗോപാലകൃഷ്ണന്റെ പടങ്ങളൊക്കെ ഉണ്ടല്ലോ വില്ലനായിട്ടുള്ള മമ്മൂട്ടിയുടെ വില്ലനിസം ഒന്നിനൊന്നും മെച്ചം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൽ അടിപൊളി വില്ലനിസം. ക്ലൈമാക്സ് നമ്മൾ അടിപൊളി വേറെ ലെവലായി. ടോട്ടലി പടം നമ്മൾ അവസാനം വരെ പിടിച്ചിരുത്തുകയാണ്. നിഗൂഢതകൾ മാത്രം സസ്പെൻസിലൂടെ മാത്രം കൊണ്ടുപോവാണ് പടം. അവസാനമാണ് അടിപൊളി. സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഘടകം എന്തായിരുന്നു? സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ അവസാനം ആ ക്ലൈമാക്സിലെ ആ ഘടകം തന്നെ. ആ വിനായകന്റെ ഒരു ഒഴിവാക്കണം. ആ സസ്പെൻസ് ഒന്നും പറയണ്ട. അത്രയും നല്ല ഒരു കിഡിലൻ ഒരു സീനാണത്. ആ വിനായകൻ മമ്മൂട്ടി അവസാനമുള്ള അടിപൊളി നല്ല ഫൈറ്റൊക്കെ ഉണ്ട്. 100ാമത്തെ പടം എന്താ കാണുന്നത്? ഇതുവരെ ഞാൻ കണ്ട പടത്തിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായൊരു പടം. അതായത് നമ്മുടെ ശ്രീബയില സേതുരാമയ്യർ വന്ന് ഇതിൽ കഥാപാത്രം ചെയ്താൽ എങ്ങനെയിരിക്കും ആ രീതിയിലാണ്. കാരണം മമ്മൂക്കയുടെ പ്രസൻസ് അതേപോലത്തെ ആ 45 വയസ്സുകാരുടെ ആ യുവത്വം ഇതിനകത്ത് മമ്മൂക്കയെ കാണിക്കാൻ പറ്റും. വിനായകൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് അഭിനയിക്കുകയല്ല. വിനായകനകത്ത് ഒട്ടും അഭിനയിച്ചിട്ടില്ല. പക്ഷെ മമ്മൂക്കയാണ് അതിനകത്ത് അഭിനയിച്ചേക്കുന്നത്. ഒറിജിനൽ മമ്മൂക്കയല്ല നമ്മളതിനകത്ത് കാണുന്നത്. മമ്മൂക്ക അഭിനയിക്കുകയും വിനായകൻ ജീവിക്കുകയും ചെയ്യും. അതേപോലെ ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലും ഇത് അതിന് ഡയറക്ടർക്ക് കൊടുക്കണം ഒരു ബിഗ് ഹാൻഡ്. കാരണം ബ്രില്യൻ്റ് ആയ ഒരു കഥ അത് ഒരു നിമിഷം പോലും ബോറടിക്കാത്ത രീതിയിൽ നല്ല സംവിധാനം മികവ് കൊണ്ട് അനശ്വരമാക്കിയ ആ ഡയറക്ടർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയില്ല. കാരണം 100 കോടി എന്ന് പറയുന്നതല്ല എൻ്റെ വിഷയം. പടം എത്ര കോടി കിട്ടിയാലും എന്നെ സംബന്ധിച്ചോളം സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇത് പ്രേക്ഷകരുടെ മുമ്പിൽ ഈ പടം സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തെറ്റുമില്ല. കാരണം മമ്മൂക്കയെ ഞാൻ വെറുത്തുപോയി. സിഗരറ്റ് വലിയെ ഞാൻ വെറുത്തുപോയി. ഇതിലൂടെ ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ ഒരു കൊലപാതകം ചെയ്യാനുള്ള ടെൻഡൻസി അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ സിഗരറ്റ് വലിക്കുമ്പോൾ ഒരു കൊലപാതകം ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു സത്യം തന്നെയാണ്. സംവിധാനം തൂക്കി എങ്ങനെ ഓടി നടന്ന് കളിക്കാം എന്ന് ഈ പടത്തിലൂടെ കാണിച്ചു തരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറഞ്ഞ ഇതാണ്. വിനായകൻ ഒരു രക്ഷയില്ല. വിനായകൻ പൊളി. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. മമ്മൂക്ക പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളി. കാരണം ഓടി നടന്ന് എങ്ങനെ കളിച്ച് വെടിവെക്കാം എന്ന് മമ്മൂക്ക ഈ പടത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട്. മമ്മൂക്ക അടിപൊളി. ഒരു രക്ഷയില്ല. മമ്മൂക്കയുടെ മ്യൂസിക് ഒരു രക്ഷയില്ല. അടിപൊളി. ആർട്ടിൻ്റെ പ്രത്യേകിച്ച് ആർട്ട് വർക്കാണെങ്കിലും പൊളി. ഷാജി നടുവിലാണ് ആർട്ട് ഡയറക്ടറിൻ്റെ ഇപ്പോഴത്തെ പടത്തിലെ ആർട്ട് ഡയറക്ടർ. കമ്പയർ ചെയ്യാനൊന്നുമില്ല. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറഞ്ഞാൽ അടിപൊളി ത്രില്ലർ. കാരണം നമ്മളെ പിടിച്ചിരുന്നു. വിനായകൻ പൊളി. ഒരു രക്ഷയില്ല. വിനായകൻ മമ്മൂക്ക അതിനേക്കാളും പൊളി. ഒരു രക്ഷയില്ല. വിനായകൻ ചേട്ടൻ അദ്ദേഹം നമ്മൾ ജയിലർ 2-ലൊക്കെ നായകനെക്കാട്ടി മുകളിലുള്ള ഒരു പ്രകടനം കണ്ട ഒരു വ്യക്തിയാണ്. നമ്മുടെ രജനീകാന്ത് സാറിനെ കടത്തി വെട്ടുന്ന ഒരു പ്രകടനം ജയിലർ 2-ലും കണ്ടത്. ഇതിന് മമ്മൂക്കയും മൊത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കോമ്പിനേഷൻ തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അതുപോലെ ഇതിൽ വരുന്ന ഓരോ കഥാപാത്രങ്ങളും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഫാമിലി മൊത്ത് കാണാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രം തന്നെയാണ്. ക്രിസ്മസും ന്യൂ ഇയറും കഴിഞ്ഞ് ഈ ഒരു ചിത്രം ഈ തിയേറ്ററിൽ തുടരും. ഒരുപാട് കളക്ഷൻ റെക്കോർഡ് നേടുന്നുള്ള കാര്യത്തിലോട്ട് ഡൗട്ടില്ല. നല്ലൊരു ചിത്രം ഫാമിലി മൊത്തം തന്നെയാണ്. മമ്മൂട്ടി പ്രതിനായകനായിട്ട് മമ്മൂട്ടിയാണ് ഈ റോള് വിനായകനെ ഏൽപ്പിച്ചത്. നായകൻ റോള് വിനായകനെ ഏൽപ്പിച്ച മമ്മൂട്ടിയാണെന്നാണ് പറയുന്നത്. ഈ ഇത് നേരെ മറിച്ച് മമ്മൂട്ടി നായകനും വിനായകൻ വില്ലനായിട്ടാണ് ഈ സിനിമയിൽ വന്നത്. എങ്ങനെയുണ്ടാവും? ഒരിക്കലും അത് നമുക്ക് ഈ ഒരു ഫീല് കിട്ടില്ല. അതാണ് മമ്മൂക്ക എന്ന് പറയുന്ന നടൻ്റെ സെലക്ഷൻ.
ഇത് 7ാമത്തെ മമ്മൂട്ടി കമ്പനിയുടെ ചിത്രമാണ്. ഈ 7ാമത്തെ ചിത്രത്തിൽ ഈ ഒരു കഥാപാത്രം തിരഞ്ഞെടുക്കുന്ന രീതി, അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളും തിരഞ്ഞെടുത്ത രീതി വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥകളും കഥാപാത്രങ്ങളുമാണ്. അത് ഈ ഒരു ചിത്രത്തിലേക്ക് വരുമ്പോൾ ആ ഒരു 6 ചിത്രവും വളരെ മികച്ചതാണ്. പക്ഷേ ഈ 7ാം ചിത്രത്തിലേക്ക് വരുമ്പോൾ ആ സെലക്ഷൻ്റെ കാര്യത്തിൽ അദ്ദേഹം എത്രമാത്രം മികച്ചു നിൽക്കുന്നു എന്ന് തന്നെ എടുത്തു പറഞ്ഞു. അതേപോലെ തന്നെ പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു, അവർക്ക് വിശ്വാസം കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒരു നടൻ എന്നുള്ള രീതിയിൽ ഇത്രയും സീനിയറായിട്ടുള്ള ഒരു മെഗാതാരം, മലയാളത്തിലെ മെഗാതാരം പുതുമുഖങ്ങൾ സംവിധായകരായിട്ട് വരുമ്പോൾ, കഥയുമായിട്ട് വരുമ്പോൾ അത്രമാത്രം അദ്ദേഹം മലയാളികളായിട്ടുള്ള ആളുകൾക്ക് ഒരു ജീവൻ, ഒരു കഥയായിട്ട് ഒരു സംവിധായകൻ പറയുമ്പോൾ ഒരു പ്രമുഖ നടനൊരു ജീവൻ കൊടുക്കുന്നു എന്ന് ഞാൻ പറയാം. ജിതിൻ കെ ജോസ് എന്ന് പറയുന്ന സംവിധായകന് ആ ഒരു മികവ് ഉൾക്കൊണ്ട് തന്നെ അദ്ദേഹം ഈ സ്റ്റോറിക്ക് അദ്ദേഹം ഒരു ജീവൻ നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും തിയേറ്ററിൽ വിട്ടിറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ നമ്മുടെ ഉള്ളിൽ എന്തായിരുന്നു ആ ഒരു വിങ്ങൽ ഈ ഒരു ചിത്രത്തിൽ നൽകും. തീർച്ചയായിട്ടും ഫാമിലി മൊത്ത് കാണാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രം തന്നെ കളങ്കാവൽ. അപ്പോൾ